പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഇന്നലെ സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാന്റെ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സുപരിചിതമായ വചനമാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം. ഹല്ലേലൂയ. ഇവിടെ വായിക്കുമ്പോൾ കാണുന്നത്, താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞ്. ഹല്ലേലൂയ. എന്നോട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്, ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അത്താഴമായപ്പോൾ പിശാച് ശീമോന്റെ മകനായ യൂദാ ഇസ്കരിയോത്താവിന്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുക്കാൻ തോന്നിച്ചിരുന്നു. പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നുവെന്നും ദൈവത്തിന്റെ അടുക്കൽ പോകുന്നുവെന്നും യേശു അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരി വെച്ച് ഒരു തുവർത്ത് എടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി. അവൻ ശീമോൻ പത്രോസിന്റെ അടുക്കൽ വന്നപ്പോൾ അവനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാൽ കഴുകിയില്ല എന്ന് പത്രോസ് പറഞ്ഞു. അതിന് യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ എനിക്ക് നിന്നോട് പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശിമോൻ പത്രോസ്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടി കഴുകണമേ എന്ന് പറഞ്ഞു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാൽ അല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവനും ശുദ്ധിയുള്ളവൻ. ഹല്ലേലൂയ. നിങ്ങൾ ശുദ്ധിയുള്ളവർ ആകുന്നു, എല്ലാവരും അല്ലതാനും എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിഞ്ഞിരിക്കെ കൊണ്ടത്രേ എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത്. ഇവിടെ നാം ദൈവത്തിന്റെ വാക്യം വായിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് പെസഹാ പെരുന്നാളിന് മുമ്പ് യേശു പത്രോസിന്റെ കാൽ കഴുകിയത്? ഹല്ലേലൂയ. കാൽ കഴുകുന്നതിന് മുമ്പ് യേശു പറഞ്ഞു, നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഉത്തമനായിരുന്ന പത്രോസ്, ഹല്ലേലൂയ, യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിച്ച് അവൻ യേശു ആയിരുന്നു ക്രിസ്തു എന്ന് സാക്ഷീകരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. യേശുവാണ് ഹല്ലേലൂയ ക്രിസ്തു എന്ന തൻ്റെ വിശ്വാസത്തെ പത്രോസ് ഏറ്റുപറഞ്ഞ് അർത്ഥമാക്കുന്നത് തൻ്റെ സകല പാപങ്ങളിൽ നിന്നും ഹല്ലേലൂയ തന്നെ രക്ഷിപ്പാനുള്ള രക്ഷകനാണ് യേശു എന്ന് അവൻ നന്നായി വിശ്വസിച്ചിരുന്നു. പത്രോസ് എന്ന് പറയുന്ന ആള്. എന്തിനാണ് യേശു പത്രോസിന്റെ പാദം കഴുകിയത്? ഹല്ലേലൂയ. പത്രോസ് 3 തവണ തന്നെ തള്ളിപ്പറയുമെന്നും ഭാവിയിൽ പാപത്തിൽ തന്നെ തുടരുമെന്നും യേശുവിന് അറിയാമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷവും പത്രോസിന് ഏതെങ്കിലും പാപം ഹൃദയത്തിൽ ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ യേശുവിനോട് ഐക്യമായിരിക്കാൻ കഴിയില്ലായിരുന്നു. എന്നോട് ഞാൻ പറയട്ടെ, യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം പത്രോസിന്റെ ജീവിതത്തിൽ ഹൃദയത്തിൽ ഏതെങ്കിലും പാപം ഉണ്ടായിരുന്നെങ്കിൽ തനിക്ക് പിന്നീട് യേശുവിനോട് ചേർന്ന് ഐക്യമായി നിന്ന് ശുശ്രൂഷ ചെയ്യുവാനും പെന്തക്കോസ്ത് നാളിൽ ശക്തമായി ഉണർവിന്റെ ശുശ്രൂഷ ഭാഗമായി തീരുവാനും കഴിയുമായിരുന്നില്ല. ഹല്ലേലൂയ. അപ്പൊ യേശുവിന് തൻ്റെ എല്ലാ ശിഷ്യന്മാരുടെയും ബലഹീനതകൾ അറിയാം. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദര, സഹോദരി, യേശുവിന് നമ്മുടെ ഓരോരുത്തരുടെയും ബലഹീനതകൾ അറിയാം. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകൾ അറിഞ്ഞു തന്നെയാണ് യേശുവിനെ നമ്മളെ ചേർത്ത് പിടിക്കുന്നത്. അപ്പൊ യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ കാല് കഴിയതും ഇന്ന് പല സഭകളും ഈ ശുശ്രൂഷ ചെയ്യുന്നതുമായിട്ട് എന്താണ് ബന്ധം? ഹല്ലേലൂയ. അപ്പൊ യേശു പുനരുത്ഥാനം ചെയ്തതിനു ശേഷം പത്രോസിന്റെ ഹൃദയത്തിൽ ഏതെങ്കിലും പാപത്തിന്റെ അഴുക്കുകൾ ഉണ്ടെങ്കിൽ പിന്നീട് പത്രോസിനെ ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് യേശു അതിനു മുമ്പേ പത്രോസിനെ കഴുകി വെടിപ്പാക്കി പത്രോസിനെ അത് വെളിപ്പെടുത്തി പത്രോസിനും അത് വെളിവായി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം ഇങ്ങനെ ചിന്തിക്കുക, യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് പുനരുത്ഥാനം ചെയ്തതിനു ശേഷം യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ശുദ്ധീകരണം പ്രാപിച്ച് അവനെ വിശ്വസിച്ചിട്ട് കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ച നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ ഹൃദയത്തിൽ പാപം വെച്ചുകൊണ്ട് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് കർത്താവിനെ നമ്മൾ ഓർപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ കർത്താവിനറിയാം, ശിഷ്യന്മാരുടെ ബലഹീനത അറിയാം. അവരുടെ പാപങ്ങൾ തനിക്കും തൻ്റെ ശിഷ്യന്മാർക്കും ഇടയിൽ വരുവാൻ യേശു ആഗ്രഹിച്ചിരുന്നില്ല. ഏത് മനുഷ്യരുടെ പാപങ്ങൾ, പത്രോസിന്റെ അഥവാ ശിഷ്യന്മാരുടെ പാപങ്ങൾ ശിഷ്യന്മാരുടെയും യേശുവിൻ്റെയും ഇടയ്ക്ക് വരുവാൻ യേശു ആഗ്രഹിച്ചില്ല. ആകിയാൽ അവരുടെ സകല അകൃത്യങ്ങളും കഴുകി കളഞ്ഞിരിക്കുന്നു എന്ന് അവരെ പഠിപ്പിക്കുവാൻ അവൻ ആഗ്രഹിച്ചു. അതാണ് അവൻ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ ഒരു കാരണം.
താൻ മരിച്ച് അവരെ വിട്ടു പോയ ശേഷവും അവർ അവൻ്റെ സ്നാനത്തിൻ്റെ സുവിശേഷത്തിലും മുഴുവൻ ജീവിതകാലത്തേക്കുമുള്ള പാപമോചനത്തിലും വിശ്വസിക്കണമെന്നും യേശു ആഗ്രഹിച്ചു. അപ്പോൾ യേശു ശിഷ്യന്മാരുടെ കാൽ കഴിയുന്നിടത്ത് വ്യത്യസ്ത കാരണങ്ങളാണ്. ഇന്നത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ഒക്കെ ഒരു ചടങ്ങ് പോലെ ചെയ്യുന്നു. പക്ഷേ യേശു ശിഷ്യന്മാരുമായി ചെയ്തതുപോലെയുള്ള ആ ശിഷ്യന്മാരുടെ കാൽ കഴിയുന്നുള്ള ആ ഒരു ജീവിത വിശുദ്ധി, ആ ഒരു താഴ്മ, ആ ഒരു വിനയത്വം ഇന്നത്തെ സഭകളിലില്ല. കാലുകളിൽ ശുശ്രൂഷ കഴിഞ്ഞ് എഴുന്നേറ്റ ഉടൻ തന്നെ പഴയ ജീവിതത്തിലും പഴയ വാക്കുകളും പഴയ സംസാരങ്ങളും തന്നെ ആവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അത് തന്നെ കാൽക്കഴുകൽ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ വലിയവനും ചെറിയവനും അവൻ്റെ കാലേ അവൻ കഴുകുള്ളൂ, ഇവൻ്റെ കാലേ ഇവൾ കഴുകുള്ളൂ എന്നൊക്കെയുള്ള തരംതിരിവും വേർതിരിവും ഒക്കെ നിൽക്കുന്നു. അതുകൊണ്ട് യേശു പറയുകയാണ്, മനുഷ്യന്റെ ബലഹീനതകൾ നന്നായിട്ട് അറിയുന്നത് കൊണ്ട് ഹല്ലേലൂയ അത് യേശുവിൻ്റെ മരണശേഷം പുനരുത്ഥാന ശേഷം ശിഷ്യന്മാരുടെ ഇടയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി യേശു അവർക്കത് കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. യേശു തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ പരിപൂർണമായ രക്ഷയെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുന്നത്. അവരുടെ പാദം കഴുകുന്നത് വഴി സകല മനുഷ്യരുടെ അകൃത്യങ്ങളെ കഴുകിക്കളയുന്ന ഒരു സ്നാനത്തിന്റെ സുവിശേഷത്തെ കുറിച്ച് യേശുവോട് പറയുക. ഹല്ലേലൂയ, സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, യേശു അവരുടെ കാൽ കഴുകിയതോടു കൂടി സകല മനുഷ്യന്റെയും പാപങ്ങളെ അകൃത്യങ്ങളെ കഴുകിക്കളയുന്ന ഒരു സ്നാനത്തിന്റെ സുവിശേഷം ശിഷ്യന്മാർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അപ്പം ഭാവിയിൽ പിശാച് നിങ്ങളെ വഞ്ചിക്കരുത്. യേശു അവർക്ക് മുൻകരുതലാണ്, ഭാവിയിൽ നിങ്ങളെ പിശാച് വഞ്ചിക്കരുത്. ഞാൻ യോർദാനിലേക്കുള്ള സ്നാനത്തിലൂടെ നിങ്ങളുടെ സകല പാപത്തെയും എടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു യോർദാനിൽ സ്നാനമേറ്റ ഉടനെ യേശു ക്രിസ്തു വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ജനത്തിന്റെ പാപങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ആ സ്നാനത്തിലൂടെ ഒരു മാതൃക കാണിക്കുകയാണ്. കൂടാതെ ക്രൂശിലെ അവന്റെ മരണത്തിലൂടെയും ഹല്ലേലൂയ യേശു നമ്മുടെ ജീവിതത്തിലെ അകൃത്യങ്ങളെ നീക്കി നമുക്ക് പാപക്ഷമ തന്ന് നമ്മളെ മോചിപ്പിച്ച് പിന്നീട് നാം ക്രിസ്തുവിൽ വിശ്വസിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പാപം വരാൻ പാടില്ല. അപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഹല്ലേലൂയ സ്തോത്രം ശിഷ്യന്മാരുമായിട്ട് 40 നാളുകൾ ബന്ധപ്പെട്ട് 40 നാൾ സംസാരിച്ച് അവരോടൊപ്പം പലർക്കും പല സമയത്തും പ്രത്യക്ഷമായി അവർക്ക് നിർദ്ദേശം കൊടുത്ത് നിയോഗം കൊടുത്ത് കൽപ്പന കൊടുത്ത് യേശു സ്വർഗാരോഹണം ചെയ്യുമ്പോഴും ശിഷ്യന്മാരുടെ ജീവിതത്തിൽ പിന്നീട് പാപ സ്വഭാവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവർ തമ്മിൽ സ്നേഹിച്ചും തമ്മിൽ പ്രബോധിപ്പിച്ചും അന്യോന്യം ഭാരം ചുമന്നും അന്യോന്യം പ്രാർത്ഥിച്ചും ഒക്കെ മുന്നോട്ട് ഐക്യതയുടെ ആത്മാവിൽ പോകണം എന്നുള്ള ഒരു മഹാ ശുശ്രൂഷയെ യേശു പാദം കഴുകൽ ശുശ്രൂഷ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വാക്യത്തെ ഈ വചനത്തെ പലവിധത്തിലും മാറ്റിയും തിരുത്തിയും തെറ്റായി വ്യാഖ്യാനിച്ചും ഒക്കെ മനുഷ്യരുടെ ഇഷ്ടത്തിന് ചെയ്തുകൊണ്ടിരിക്കുക. എന്നെ കേൾക്കുന്ന പ്രശ്നികത, ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പം എല്ലാവർക്കും രക്ഷ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയാണ്. രക്ഷ യേശുവിലൂടെ മാത്രമേ നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. രക്ഷയ്ക്ക് ഏക കാരണം യേശു. നിങ്ങളുടെ ഭാവിയിലെ പാപങ്ങളും കൂടി യേശു ക്രിസ്തു ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി യോർദാനിൽ സ്നാനം വെക്കുന്ന ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറുന്നതും. അപ്പം പാപമോചനത്തിന്റെ യഥാർത്ഥ സുവിശേഷം എന്തെന്നും അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശിഷ്യന്മാരുടെ കാൽ കഴുകി ഇന്ന് നമുക്ക് ഈ സുവിശേഷം വെളിപ്പെടുത്തിയിരുന്നത്. അപ്പൊ യഥാർത്ഥ സുവിശേഷം എന്തെന്നും അല്ലെങ്കിൽ യഥാർത്ഥമായി സുവിശേഷത്തിന്റെ ഉട്ടയവൻ സുവിശേഷത്തിന്റെ കർത്തൃത്വം ആരിലാണെന്ന് യേശു അത് വെളിപ്പെടുത്തുകയാണ്. അപ്പം പിതാവായി ദൈവം തൻ്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. പുത്രനായിരിക്കുന്ന യേശു ഭൂമിയിൽ ശിഷ്യന്മാരുടെ കാൽ കഴിയെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ നിങ്ങൾ എത്രത്തോളം ദൈവത്തിൽ താഴ്ന്നു കൊടുത്താലാണ് കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. യേശു ശിഷ്യന്മാരുടെ പാൽ കഴുകിയത് എന്തിനെന്നും ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നീ അറിയുന്നില്ല പിന്നെ അറിയുന്നു ഒക്കെ യേശു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വരുന്ന കാലഘട്ടത്തിൽ നാം യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. നിങ്ങളുടെ ജീവിതത്തിൽ താഴ്മയുണ്ടാകട്ടെ. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയതുപോലെ നിങ്ങൾ കർത്താവിന് വേണ്ടി പൂർണ്ണമായി നിൽക്കണം. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനത്തെ അനുഗ്രഹിക്കും. ക്രിസ്തുവിനുണ്ടായിരുന്ന താഴ്മയും സൗമ്യതയും വിനയത്വവും സകല ജനങ്ങളുണ്ടായി കർത്താവിയെ ജനം നികളിച്ച് അഹങ്കരിച്ചു പോകാതെ വിശ്വസ്തർ ജീവിതം കുറവ് കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.